ഈ ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നത്. പകലും രാത്രിയും കടന്നു പോകുന്നത് തന്നെ അറിയുന്നില്ല. ഉറങ്ങാൻ വേണ്ടത്ര സമയം കിട്ടുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. വർഷങ്ങൾ മാസങ്ങൾ പോലെയും മാസങ്ങൾ ദിവസങ്ങൾ പോലെയും മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെയും കടന്നു പോകുന്നു. സൂര്യൻ വർക്ക് ടൈം ഒക്കെ കുറച്ചോ എന്ന് വരെ സംശയമുണ്ട്. നമ്മളിൽ പലരും ഇപ്പോഴും 2020 അങ്ങനെ സ്റ്റക്കായി പോയവരാകും. ഇതൊരു തോന്നൽ മാത്രമല്ല, ഭൂമി അതിന്റെ കറക്കത്തിന്റെ സ്പീഡ് ഒന്ന് കൂട്ടിയതാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. വിശദമായി നോക്കാം. ഈ ജൂലൈയിലും ഓഗസ്റ്റിലും ഭൂമിയുടെ ഭ്രമണം അല്പം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം ചെറുതാക്കിയേക്കാം. വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റഫറൻസ് സിസ്റ്റം സർവീസസ് അടക്കമുള്ളവയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂമി ഒരു വർഷം പൂർത്തിയാക്കാൻ 365 തവണ പൂർണ്ണമായി ഭ്രമണം ചെയ്യുന്നുവെന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതാണ് ഒരു വർഷത്തിലെ മൊത്തം ദിവസങ്ങളുടെ എണ്ണം. എന്നാൽ ഇതെല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മുൻകാലങ്ങളിൽ ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം പൂർത്തിയാക്കാൻ 372 മുതൽ 490 ദിവസം വരെ എടുത്തിരുന്നുവെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങളായി ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയുടെ ഭ്രമണം ക്രമേണ മന്ദഗതിയിലായിരുന്നു. എന്നാൽ ഈ പ്രവണത ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 2020 മുതൽ ഭൂമി അല്പം വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ നമുക്കത് അനുഭവപ്പെടില്ല. സാധാരണയേക്കാൾ മില്ലി സെക്കൻഡുകൾ വേഗത്തിൽ ഭൂമി കറങ്ങുകയാണ്. ജൂലൈയിലും ഓഗസ്റ്റിലും ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 3 ദിനങ്ങൾ ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂലൈ 9, ജൂലൈ 22, ഓഗസ്റ്റ് 5 തീയതികളിൽ 24 മണിക്കൂർ ദിനത്തിന്റെ 86,400 സെക്കൻഡുകളേക്കാൾ 1.3 മുതൽ 1.5 മില്ലി സെക്കൻഡ് വേഗത്തിൽ ഭൂമി കറങ്ങുമെന്നാണ് പ്രവചനം. ഈ പറഞ്ഞ ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോകുമെന്ന് ചുരുക്കം. 2024 ജൂലൈ 5 ആയിരുന്നു ഇതിനു മുൻപ് രേഖപ്പെടുത്തിയിരുന്ന വേഗം കൂടിയ ദിവസം. ഭൂമി 1.66 മില്ലി സെക്കൻഡ് വേഗത്തിൽ കറങ്ങിയപ്പോഴായിരുന്നു ഈ റെക്കോർഡ് രേഖപ്പെടുത്തിയത്. ഈ ചെറിയ മാറ്റങ്ങൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ക്ലോക്കുകളും ഭൂമിയുടെ കറക്കവും തമ്മിൽ പൊരുത്തക്കേട് വന്നാൽ GPS സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവയടക്കം ബാധിച്ചേക്കാം. ഒരു മില്ലി സെക്കൻഡിന്റെ മാറ്റം പോലും നാവിഗേഷൻ, സമയനിർണയ സംവിധാനങ്ങൾ എന്നിവയെ 100 കണക്കിന് മീറ്റർ പിന്നോട്ട് തള്ളിവിടും. വേഗത്തിലുള്ള കറക്കം തുടർച്ചയായി സംഭവിക്കുന്നു എന്നതിനാൽ 2029 ക്ലോക്കുകളിൽ നിന്ന് ഒരു ലീപ് സെക്കൻഡ് ഒഴിവാക്കേണ്ടി വന്നേക്കാം എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് അതിസൂക്ഷ്മമായ സമയനിർണയത്തെ ആശ്രയിക്കുന്ന സാങ്കേതിക വിദ്യകൾക്ക് വലിയ തലവേദനയായി മാറിയേക്കാം. ഭൂമിയുടെ വേഗത കൂടാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായ ഉത്തരമില്ല. ചന്ദ്രന്റെ സ്ഥാനം ഒരു കാരണമായിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഭൂമിയുടെ കാമ്പിലും മാന്റിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഭൂകമ്പങ്ങൾ, സമുദ്രധാരകളിലെ മാറ്റങ്ങൾ, ധ്രുവങ്ങളിലെ ഹിമപാളികൾ ഉരുകുന്നത് എന്നിവയും ഭൂമിയുടെ കറക്കത്തെ ബാധിച്ചേക്കാമെന്നും പറയുന്നു. എന്നാൽ ഇതെല്ലാം വെറും സിദ്ധാന്തങ്ങൾ മാത്രമാണെന്നും കൃത്യമായ കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്നും മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജിയോഫിസിസ്റ്റ് ലിയോണിഡ് സോട്ടോ പറഞ്ഞു. ഭൂമിയുടെ ഭ്രമണ വേഗതയിലെ മാറ്റം ആദ്യമായി സംഭവിച്ചതല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ ഉത്തരം ഭൂമിയുടെ ഉള്ളിലാണെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ഭൂമിയുടെ അകക്കാമ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകാമെന്നാണ് നിഗമനം. കാലക്രമേണ ഭ്രമണം സാവധാനത്തിലാകുക എന്നതാണ് ഭൂമിയുടെ ദീർഘകാല സ്വാഭാവിക പ്രവണതയെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു.